பார்க்க போற வீடியோ என்னன்னா கரிக்கு வீடியோ, ஜாலி வீடியோ, ஃபன் வீடியோ, வேலண்டைன்ஸ் கிஃப்ட் அப்படின்னு சொல்லிட்டு டைட்டில் இருக்கிற ஒரு வீடியோக்கு தான் வந்து நம்ம ரியாக்ட் பண்ண போறோம். ரொம்ப ரொம்ப எக்ஸைட்டட். പ്രണയ ദിനത്തിൽ ഒരു വർണ്ണ സമ്മാനം എന്തൊക്കെ ഭയങ്കര അറിയുന്നത് മാമ എന്താണ് ഈ പേപ്പർ വെച്ച ഒരു സാധനം ഉണ്ടാക്കിയോ? എന്താ റോക്കറ്റോ ബോട്ടോ ഹാർട്ട് ഹാർട്ടോ ആ ഈ ആലിലൊക്കെ പോലെ ഇരിക്കുന്ന സാധനം മാമൻ അറിയില്ലേ? അതെനിക്ക് മനസ്സിലായി. എന്തിനാ? വാലന്റൈൻസ് ഡേന് ഗേൾഫ്രണ്ടിന് കൊടുക്കാനാ. ഞാൻ ആരോടാ നിന്റെ മാമ ചേച്ചി ഈ ചെറുക്കനോട് ഹാർട്ട് ഉണ്ടാക്കി പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ പറയുന്നോ? എന്തൊരു ഹായ് സൗമ്യ പായസം. എന്താ പായസം അല്ലേ ഇത്? എനിക്ക് വേണ്ടി ഉള്ളതൊന്നുമല്ല. ഏത് അച്ഛന് വേണ്ടി ഉള്ളു സ്പെഷ്യൽ പായസം. അച്ഛന്റെ ഹാപ്പി ബർത്ത്ഡേ ഒന്നുമല്ല. ഇത് വേറൊരു സർപ്രൈസ്. എന്ത് സർപ്രൈസ്? വാലന്റൈൻസ് ഡേ കേക്ക്. അതിന് അല്ല ഈ താടി ഷേപ്പ് ചെയ്തേക്കണ കറക്റ്റ് ആണോടാ? ഈ പച്ചയും ശരിയാവും. ഒന്ന് നോക്കടാ. ആ കൊള്ളാം. അല്ല എങ്ങോട്ടാ താടിയൊക്കെ ഷേപ്പ് ചെയ്ത് കുളിച്ചൊരുങ്ങി പതിവില്ലാതെ? അതിന് വാലന്റൈൻസ് ഡേ അല്ലേ? അവളെ മീറ്റ് ചെയ്യാൻ പോണം. ഓ സോറി, നീ സിംഗിൾ ആണ്. ഞാൻ ഗിഫ്റ്റ് എവിടെ? കിട്ടി. എന്താണാവോ ഗിഫ്റ്റ്? ഒരു ചെയിനാളിയാ. ചീറ്റടിയോ? ഒരു ചെയിനാളിയാ. 25,000 രൂപ. വാലന്റൈൻസ് ഡേ അതൊന്നും നോക്കില്ല. 25,000 രൂപ? ഇവിടെ വാടകട എന്ന് പറയുന്ന ഡേയാണ്. ആ ഡേക്ക് നിനക്ക് ഇത്രയും ശുഷ്കാന്തില്ലല്ലോ. എടാ ഇത് എന്റെ കയ്യിൽ കാശുണ്ടായിട്ട് മേടിച്ചൊന്നും അല്ല, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മേടിച്ച. വാടകയൊക്കെ തരാ, ശമ്പളം കിട്ടട്ടെ. അല്ല ഞാനൊരു സാക്ഷ്യം ചോദിക്കട്ടെ? ഞാൻ ഈ പൂ ഇങ്ങനെ ബോക്സിന്റെ മേളിൽ വെച്ച് കൊടുക്കണോ, വലത് കഴിച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം? നീ തലയിൽ കുത്തി വെച്ചു. സീരിയസ് ആയിട്ടൊരു കാര്യം. മാങ്ങാത്തിൽ ഇവിടെ സാധനം സെറ്റ് ആവില്ല. നീ എങ്ങനെ വെച്ചാൽ കൊടുക്കും? ചുമ്മാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. പച്ചയും മഞ്ഞയും മാറിയും കയറി കിടക്കും. നിനക്കൊന്നും അങ്ങോട്ട് സെറ്റ് ആവണല്ലേ? എന്ത്? അല്ല റുബിക്സ് ക്യൂബേ. ആ ഇത് ഞാൻ സെറ്റ് ആക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. ഇത് കണ്ടുകഴിഞ്ഞാൽ ആർക്കാരാണ്ട് തിരിക്കാൻ തോന്നാത്തത്. വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഓരോ അന്ധവിശ്വാസങ്ങൾ. അന്ധവിശ്വാസവും അളിയ, നീ സിംഗിൾ ആയതുകൊണ്ട് നിനക്ക് അറിയാത്തതാണ്. ഈ വാലന്റൈൻസ് എന്ന് പറയുന്നത് എന്താ? പ്രണയിക്കുന്നവരുടെ ദിവസം. നമ്മൾ നമ്മുടെ ഗേൾഫ്രണ്ടിനെ കൂട്ടി പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയിരിക്കുമ്പോണ്ടല്ലേ എന്തോ നമുക്ക് ചുറ്റും കപ്പിൾസ് ആയിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ഗേൾഫ്രണ്ടിന് അവൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നു. അപ്പൊ അവള് തിരിച്ചൊരു ഗിഫ്റ്റ് തരണ്ടേ? നീ സിംഗിൾ ആയതുകൊണ്ട് തരണം. ചിലപ്പോ ഒരു കിസ് ആവാം. അപ്പൊ നമ്മൾ ഇങ്ങനെ അടുത്തോട്ട് ചേർന്നിരുന്ന് കണ്ണും കണ്ണു അവിടെ കിട്ടണം. മനസ്സിലായി? സംഭവം സിംഗിൾ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. എപ്പോഴും ഇങ്ങനെ സിംഗിൾ ആണ് ഇമ്പോസിഷൻ പറയുന്ന പോലെ പറയണ്ട. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആളെ കളിയാക്കാനും വടിയാക്കാനും വന്നേക്കും. ആളിയെ നിനക്ക് ഫീൽ ആയ എനിക്ക് ഉറപ്പായിട്ടൊരു ലൈൻ സെറ്റ് ആവും. ഞാൻ പ്രാർത്ഥിക്കാളിയാ. പക്ഷെ കിട്ടൂലോ. അതെന്താണ്? ശാപം ഉണ്ടല്ലോ. എന്ത് ശാപം? ഓർമ്മയില്ലേ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ അഞ്ജലി KV നിനക്ക് ലവ് ലെറ്റർ എന്ന് പറഞ്ഞ ടീച്ചറിനെ കൊണ്ട് അടി മേടിപ്പിച്ചു കൊടുത്തത്? അത് കുഞ്ഞിനാണല്ലോ. അതിപ്പോ എന്താ? കുഞ്ഞിലാണെങ്കിൽ എന്താ ശാപമില്ലേ? പിന്നെ കുട്ടികളുടെ ശാപമാണെങ്കിൽ പെട്ടെന്ന് കേൾക്കും. ഇജു സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ചെല്ലട്ടെ, എനിക്കൊന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് രാജാവിന് റാണിയോട് പ്യാർ ഹോ ഗയാ. ഈ ഫെബ്രുവരി 30 വരെ ആകട്ടെ 14 എടുത്താൽ കളാണ്. എന്നിട്ടാണ് ഇന്ന് മക്കള് ചോപ്പ് ഇട്ടോണ്ടിറങ്ങിയത്. അത് ചോപ്പിനെന്താ? എടാ ചോപ്പിട്ട വാലന്റൈൻ ഉണ്ടെന്ന് അർത്ഥം. ആ അപ്പൊ കറുപ്പോ? വാലന്റൈൻ ഇല്ല. പകുതി ചോപ്പും പകുതി കറുപ്പും. ഇത് മജന്ത അല്ലേ? എടാ ഇത് മെറൂൺ. ഇതാണല്ലേ മെറൂൺ. എടാ അതെന്തെങ്കിലും ആവട്ടെ, രാവിലെ പത്രം എടുത്താലും TV കണ്ടാലും റേഡിയോ കേട്ടാലും ഒന്ന് മാത്രമേ പറയാവൂ. പ്രണയിച്ചു, പ്രണയിക്കുന്നില്ലേ, കാമുകിക്ക് ഗിഫ്റ്റ് കൊടുത്തു, കൊടുത്തില്ലേ, കൊടുത്തില്ലെങ്കിൽ എന്ത് കൊടുക്കും? അമ്മാർക്ക് നല്ല അടി കൊടുക്കണം. அடி கொடுக்கணும். അരെ ഭായ് ആജ് കാമില്ലേ? കാമില്ലേ? പണിയില്ലേന്ന്. ഇല്ല സേട്ടാ, ഇത് പണിയുള്ള സേട്ടാ. അതൊന്നും പണിയില്ലാത്ത ഞായറാഴ്ച എന്റെ സേട്ടാ, ഇത് വാലന്റൈൻസ് ഡേ അല്ലേ? ഞാനൊരു മലയാളി പെണ്ണിനെ സെറ്റാക്കിയിട്ടുണ്ട്. അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ് സേട്ടാ. അയ്യോ ഇന്നലെ പിന്നെ തെങ്ങിന് തട കൊടുക്കാൻ വിളിച്ചിട്ട് വന്നില്ല. അപ്പോഴാണ് വാലന്റൈൻസ് ഡേക്ക് കിടക്കുന്നത്. അയ്യോ ഹിന്ദിക്കാരന് വേറെ പെണ്ണായി. ഇവിടെ ഒന്നുമില്ല. ഇയാൾ എന്തോ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുക. ഗെയിം കളിച്ച്. പൈസ അതിങ്ങനെ വെടിവെപ്പാണ്? വെടിവെപ്പൊന്നുമല്ല. ഇത് MBL എന്ന് പറഞ്ഞ ഗെയിം ആപ്ലിക്കേഷനാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമ്മളിത് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ടോക്കൺ കിട്ടും. ആ ടോക്കൺ വെച്ച് നമുക്ക് ഗെയിം കളിക്കാം. ആ ഗെയിം കളിച്ച് കളി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. പൈസ നമ്മൾ നേരിട്ട് അക്കൗണ്ടിലോട്ട് വരും. സിമ്പിൾ.
അടിപൊളി പരിപാടിയാണ്. ഇൻസ്റ്റാളി എന്നാലും നമ്മളോട് നടന്നിട്ട് അവന് മാത്രം പെണ്ണ് കിട്ടില്ലോടാ. നമ്മൾ ഇങ്ങനെ ഇരുന്ന് പൂത്ത് പോത്തേ ഉള്ളൂ. അവന്റെ പ്രേമബന്ധം എന്ന് പൊളി. ആ ഗിഫ്റ്റ് തുറക്കുമ്പോൾ അവന്റെ പ്രേമബന്ധം താറുമാറാണ്. എന്തുവാണ് അവൻ അവന്റെ പെണ്ണിന് കൊടുക്കാൻ വെച്ചിരുന്ന വാലന്റൈൻസ് ഗിഫ്റ്റ് ഞാൻ മാറ്റി അയ്യോ ഷഡ്ഡി വെച്ച് കൊടുത്തു. എന്റെ പഴയ ഷഡ്ഡി വെച്ച് അതിനകത്ത് കൊടുത്തു. വൃത്തിയായിട്ടാണ് കുഴപ്പമായ പണിയാ. ഇതുപോലൊരു ഗോൾഡൻ സീൻ ഉണ്ടായിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അവൻ എങ്ങോട്ടാ പോയി? പാർക്കിലോട്ട് എന്നാ വാളെ പോയി നോക്കടാ. ആ ബെഞ്ചിൽ ഒരു പെങ്കൊച്ചിരിക്കുന്നുണ്ടോ? നീ അതെങ്ങാണായിരിക്കും. അവളൊന്നും ആ ശരിയാ, അതേതോ കാണാൻ മേലെയുള്ളൊരു കൊച്ച. അവനെ കാണുന്നില്ല. ഒലിപ്പിച്ചോണ്ട് വരുന്നുണ്ടോ? ശരി ലേറ്റ് അവളെ നല്ല കൊല്ലും. ഇങ്ങനെ കുറച്ചിട്ട് അവളെത്തിയോ? അതവന്റെ പെണ്ണല്ലേടാ. എല്ലാം അത് പൊളിഞ്ഞു അയ്യോ. തീർന്നു. ജൂൺ ഉൻ കഥ മുടിയും നമ്മുടെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആണ്. ചുമ്മാ അടി ഉണ്ടാക്കില്ലേ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരെയൊക്കെ സെലക്ഷനൊക്കെ അല്ല നമ്മൾ ഇത്ര സൗന്ദര്യമുള്ള പയ്യന്മാരൊക്കെ ഊർക്കുണ്ടോ മുമ്പിനൊക്കെ കിട്ടത്തുള്ളൂ. ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്തായിരിക്കും? എന്ത് കഥാപ്രസംഗം പറയാതെ ഗിഫ്റ്റ് കൊടുറാ. ഓ ഞാൻ നിനക്ക് എന്ത് മേടിച്ചാലാണ് പ്രോമിസ് ചെയ്തത്? എന്നാ നീ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഹലോ ഒരു മിനിറ്റ്. ആ ജൂൺ, എടാ നീ ഒന്ന് വേഗം കോളേജിലോട്ട് വന്നേ. ആ നിന്റെ അപ്പൻ ഇവിടെ കോളേജ് വന്നിട്ടുണ്ട്. ആര്? അപ്പയോ? എന്നിട്ട് പെട്ടെന്നോ പെട്ടെന്നോ. അയ്യോ അവൻ ഗിഫ്റ്റ് പൊട്ടിക്കുന്നു. ഈ ഷഡ്ഡി കണ്ട് ചുമ്മാ ഇരിക്കാൻ പോ. എന്താ ആ ഭയങ്കര സീനായിട്ടിരിക്കുക. ഞങ്ങൾ എന്തൊക്കെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഇവിടെ. അമ്പടി ജിഞ്ചിണ്ടാക്കടി. ഇവളാണല്ലേ വിളിക്കുന്നത്. ഷഡ്ഡി ഐഡിയ കട്ടി കൊള്ളാം. സ്റ്റാൻഡേർഡ്. ഇവിടെ ആകെ മൊത്തം പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ആ ആ ശരി, ആ വേഗം വാ. ആ ശരി ഞാൻ പോരാ. അങ്ങനെ അവളുടെ വാലന്റൈൻസ് ഡേ പൊളിഞ്ഞു. ഇപ്പൊ ഒരു ആശ്വാസം. എന്റെ എനിക്കറിയില്ല. അതല്ല അപ്പ. അപ്പന്റെ അപ്പ കോളേജിൽ വന്നത്. അതായിരുന്നു. അയ്യോ എന്നിട്ട് ഞാൻ കോളേജിൽ പോവാ. ഇപ്പഴാ അല്ലാണ്ട് പിന്നെ അവനും പോകുന്നു. ആടി പോയി പോയി അവള് പോയി. വിളിച്ചേ. എന്താ ഞാനും കൂടെ അറിയാം ധൈര്യത്തിന്. അപ്പയെ കാണാനോ? അല്ല കോളേജിന്റെ ഗേറ്റ് വരെ നമ്മൾ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ നേരം കൊണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാറ്. ആ എന്നാ ബാ. അല്ല എന്റെ ചെയിൻ എവിടെ? എന്റെ നേട്ടർ അയ്യേ ഇതെന്തത്? ഇത് ലേറ്റസ്റ്റ് ഫാഷനാണ്. എനിക്ക് അപ്പ കയറ്റിയാണ് വണ്ടി എടുത്ത്. അയ്യോ ഇവനെന്തിനാണ് അവളുടെ വണ്ടി കയറി പോവാൻ? പ്ലാൻ പൊളിഞ്ഞ്. പ്ലാനും പൊളിഞ്ഞു. എന്തുവാണ് കാണിക്കുന്നത്? വാ ഇങ്ങോട്ട്. ഷഡ്ഡിയും പോയി. നിങ്ങളായിരുന്നല്ലേ ഫോൺ ചെയ്തത്? ഒന്നും അറിയത്തില്ല പിള്ളേർക്ക്. അത് അവളുടെ അച്ഛൻ കോളേജിൽ വന്നോണ്ടല്ലേ. അത് നമ്മുടെ കൂട്ടുകാരെ വിളിച്ച് പറയട്ടെ. മൂന്നും കൂടെ ഒരു വാലന്റൈൻസ് അവന്റെ വാലന്റൈൻസ് ഡേ ആ പൊളിഞ്ഞത്. ആ വാലന്റൈൻസ് ഡേ. ആ നഷ്ടപ്പെട്ട പിന്നെ അതാണ് പറഞ്ഞ കാര്യമുണ്ട്. നഷ്ടപ്പെടുത്തില്ലേ ഒന്ന് പറയും. ചുമ്മാ തമാശക്ക്. എന്തുവാ പോകുന്നത്? അങ്ങനെ വിട്ടാ പറ്റത്തില്ല. കൈന്നല്ല അയ്യോ എന്താ കൊടുക്കാനാ? വിളിച്ച് പറയട്ടെ. ദേ വെച്ച് വെച്ച്. സ്റ്റാറ്റസ് ഇടുന്ന ഉണ്ടോ നിനക്കൊക്കെ? കൊല്ലല്ലേ ഒരു വർഷം കൂടെ ഉപയോഗിക്കാം അല്ലേ പോലെ
കോണില്ലാത്ത ചട്ടി ടു മൈ ലവ് ഹാപ്പി വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഗിഫ്റ്റ് ദൈവമേ എന്റെ അവസ്ഥയായിരുന്നു എന്നെ പ്രേമിക്കാൻ പറ്റില്ല. കുട്ടി കുട്ടി പൊളിച്ചിരിക്കാതെ പുറത്തേക്ക് വാ മോളെ ചേട്ടനും ഇഷ്ടം ഐ ലവ് യു വാ കുട്ടി അയ്യോ ஐயோ முடிஞ்சிருச்சா? ஓகே செம்மையான கிஃப்ட் கொடுத்து இம்ப்ரெஸ் பண்ணுவாங்க அப்படின்னு வந்து நினைக்கிறப்ப அது வந்து லைக் அதை ஃபுல்லாக ரூயின் பண்ணுற மாதிரி வந்து அந்த ஸ்வாப் பண்ணிட்டேன் அப்படின்னு ஐயோ பயங்கரமான ஒரு சீன் வந்து நடக்க போகுது அப்படின்னு வந்து பார்த்து கடைசியில் வந்து ஆனா நீங்க எனக்கும் இந்த ஒரு என்ன சொல்றது கம்ப்ளைண்ட் இருக்கு. எல்லாரும் கேளுங்க, இவர் எனக்கு வேலண்டைன்ஸ் டேக்கு என்ன கொடுத்துருக்காரு, இது வரைக்கும் ஒண்ணுமே கொடுத்தது இல்ல. செம மொக்க பர்சன். ஆக்சுவலி வந்து செம காமெடியா இருந்தது. பட் எனக்கு வந்து ஏதோ எண்ட் இல்லாத மாதிரியே இருந்தது. இன்னும் நெக்ஸ்ட்க்கு வெயிட் பண்ண மாதிரி ஒரு ஃபீலிங் இருந்தது. ஆனா வந்து ஐ ரியலி லவ் தட் ஹோட்டல். அதை வச்சு ஒரு இன்னொரு 5 வருஷம் ஆயிடுச்சு, இன்னொரு 1 வருஷம் ஓட்டிக்கலாம் அப்படின்னு சொல்லுவா. இது ஒரு கிஃப்ட் ஹாப்பி வேலண்டைன்ஸ் டே டு லவ் எங்க இருந்தா வெள்ளவாப்பா பரவாயில்ல அப்படின்ட்டு. அண்ட் இன்னொன்னு வந்து அந்த 3 பேரோட கையும் அப்படியே எடுத்துட்டு வந்து அவன் வந்து இன்ஸ்டாகிராம் ஸ்டேட்டஸ் போட்டான் பாருங்க. சரி நான் 3 பேர் இருக்காங்க, சரி ஏதோ அவங்களுக்குள்ள கெமிஸ்ட்ரிக்காக ஏதோ ட்ரை பண்ண போறான். கடைசியில் பார்த்தா இன்ஸ்டாகிராம் ஸ்டேட்டஸ் செமையா இருந்தது. ஆக்சுவலா செம என்ஜாயபிளா இருந்தது. நீங்க எல்லாரும் வந்து ஒருத்தரோட வேலண்டைன்ஸ் டே எல்லாம் எப்படி கொண்டாடி இருக்கீங்கன்னு சொல்லுங்க. அண்ட் அதே மாதிரி வந்து எப்படி கிஃப்ட் கொடுத்துருக்கீங்கன்னு சொல்லுங்க. ஆனா இது வரைக்கும் எனக்கு எதுவும் உருப்படியான கிஃப்ட் வந்ததே இல்ல. நானே ஒரு கிஃப்ட் தான். ஐயோ சரி ஓகே சரி பரவாயில்ல, இட்ஸ் ஓகே மரியாதை எல்லாம் மனசு இருந்தா போதும். ஸோ ஜோக்ஸ் அபவுட் இந்த எபிசோட்ல வந்து பாத்தீங்கன்னா அவங்க வந்து கடைசியில வந்து வண்டில ஏறி அவங்களுடைய ரொமான்டிக் மூட் வந்து கண்டினியூ பண்ணிட்டாங்க. பட் வந்து லைக் கிஃப்ட் மட்டும் மாறி போச்சு. அது நைஸா அவர் வந்து சூப்பரா தட்டி தூக்கி போட்டு அதுக்கப்புறம் வந்து அந்த செயின் எடுத்து இருக்கிற கழுத்துல எடுத்து போட்டாங்க. பட் அந்த மெயின் செயினை வந்து கடைசியில வந்து என்ன ஆகுது தெரியல. பட் மேபி அதுக்கு ஏதாவது செகண்ட் தேர்ட் அந்த மாதிரி வரும் இருக்குமா, ப்ராப்ளம் இருக்கலாம் தெரியல. பட் வந்து லைக் வந்து கொஞ்சம் அப்ரப்டா முடிஞ்ச மாதிரி இருந்தது. பட் ஆல் டுகெதர் வந்து பாத்தீங்கன்னா வந்து சூப்பரா வந்து காமெடி வந்து பஞ்சஸ் அங்கங்க வச்சிருந்தாங்க. சோ இந்த வீடியோ உங்களுக்கு பிடிச்சிருந்தா கண்டிப்பா லைக் பண்ணுங்க, கமெண்ட் பண்ணுங்க, ஃப்ரெண்ட்ஸ் அண்ட் ஃபேமிலியோட ஷேர் பண்ணுங்க. மறக்காம எங்க சேனலுக்கு சப்ஸ்கிரைப் பண்ணுங்க, அந்த பக்கத்துல இருக்க பெல் ஐகானை கிளிக் பண்ணுங்க. Thank you. Bye.